ആവശ്യത്തിലധികം ഭൂമിയുണ്ടായിട്ടും പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് താൽപര്യമില്ല. പ്രളയം തകർത്ത ഇടുക്കിയിലും കുട്ടനാട്ടിലുമൊക്കെ വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ട നിരവധി കുടുംബാംഗങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴും സർക്കാർ അനാസ്ഥ തുടരുകയാണ്. പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നവരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരുന്നു. പട്ടയ വിതരണം, വനഭൂമിയിലെ അവകാശങ്ങൾ, മികച്ച ഭൂമി കണ്ടെത്തലും വിതരണവും, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലും, ഭൂസംരക്ഷണവും തുടങ്ങിയ വിഷയങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ അന്ന് റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം കൈക്കൊണ്ടത്. പരിധിയിലധികം ഭൂമി കൈവശം വച്ചിരിക്കുന്നത് കണ്ടെത്തി അധിക ഭൂമിക്ക് സീലിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യും. മികച്ച ഭൂമിയായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം ഉണ്ടാകാതെ എത്രയും വേഗം വിതരണം ചെയ്യാനും തീരുമാനിച്ചെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ആരാധനാലയങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ശ്മശാനങ്ങളും കാലാകാലങ്ങളായി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ അത്യാവശ്യം വേണ്ടിവരുന്ന ഭൂമി മാത്രം മാർക്കറ്റ് വില ഈടാക്കി പതിച്ചു നൽകുകയോ വ്യവസ്ഥ പ്രകാരം പാട്ടത്തിന് നൽകുകയോ ചെയ്യും. ഇതിനായി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനും നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും സർക്കാർ ഇക്കാര്യം മറന്നതുപോലെയായി. പാട്ടത്തിന് നൽകിയ ഭൂമി പാട്ടത്തുക അടയ്ക്കാതെ പാട്ടവ്യവസ്ഥകൾ ലംഘിച്ചും പല സ്ഥാപനങ്ങളും ജില്ലയിലെ കണ്ണായ സ്ഥലങ്ങൾ കൈവശം വച്ചിരിക്കുകയാണ്. പാട്ടം അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകുമ്പോൾ കോടതിയിൽ നിന്നും സ്റ്റേ ഉത്തരവ് വാങ്ങി പാട്ടം അടയ്ക്കാതിരിക്കുന്ന കേസുകളുമുണ്ട്. ഇത്തരം സ്റ്റേ ഉത്തരവുകൾ ഒഴിവാക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നതിനും അഡ്വക്കേറ്റ് ജനറലിനും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനും കത്ത് നൽകാനും തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. പാട്ടവ്യവസ്ഥാ രേഖകൾ കാലികവൽക്കരിക്കാനും കുടിശ്ശിക വരുത്തിയവർക്ക് പാട്ടത്തുക തീരെ അടയ്ക്കാത്തവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാനും അത്തരം ഭൂമി തിരിച്ചെടുക്കാനും കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഭൂമി വിതരണം ചെയ്യുന്നതിന് സർവേ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സർവേ നടത്തുന്നതിന് ജില്ലാ കളക്ടർ തന്നെ ആവശ്യമുള്ള സർവേയർമാരെ മാറ്റി നിയമിക്കാനും തീരുമാനമുണ്ടായി. 50,000 പേർക്ക് കൂടി പട്ടയം നൽകുമെന്ന് തീരുമാനിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇതിനായി നിശ്ചിത ഭൂമിയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ജില്ലാ കളക്ടർമാർ നടപടി സ്വീകരിക്കുമെന്നാണ് അന്ന് മന്ത്രി അറിയിച്ചിരുന്നത്. സർക്കാർ എടുക്കുന്ന ജനപക്ഷ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ റവന്യൂ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും അനുവാദം ലഭിച്ചതും ഇനിയും വിതരണം ചെയ്യാത്തതുമായ 11,725.89 ഹെക്ടർ വനഭൂമിയും സമയബന്ധിതമായി പട്ടയം നൽകാനും അന്ന് തീരുമാനിച്ചിരുന്നു. ഇടുക്കി ജില്ലയിൽ 9,867.31 ഹെക്ടറും, തൃശൂരിൽ 1,523.39 ഹെക്ടറും, എറണാകുളത്ത് 326.42 ഹെക്ടറും വനഭൂമിക്ക് പട്ടയം നൽകേണ്ടതുണ്ട്. വനം വകുപ്പുമായി ചേർന്ന് സംയുക്ത പരിശോധന ആവശ്യമുള്ള തിരുവനന്തപുരം ജില്ലയിൽ 250.269 ഹെക്ടറും, കോട്ടയത്ത് 1,454.2 ഹെക്ടറും, പാലക്കാട് 151.77 ഹെക്ടറും വനഭൂമിയിലെ പരിശോധന പൂർത്തിയാക്കി എത്രയും വേഗം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് അയക്കും. ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളുടെ വിതരണത്തിൽ ചില ട്രൈബ്യൂണലുകളുടെ മെല്ലെപ്പൊക്ക് പരിശോധിച്ച് LT പട്ടയങ്ങൾ, ദേവസ്വം പട്ടയങ്ങൾ, കാണം പട്ടയങ്ങൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഒച്ചുവേഗത്തിലായിരുന്നു. മൂവാറ്റുപുഴ താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 2000-ൽ പരം വനഭൂമി പട്ടയങ്ങൾ കൈവശക്കാർക്ക് നൽകുന്നതിൽ തടസ്സമില്ല. കേന്ദ്ര സംസ്ഥാന അംഗീകൃത ഏജൻസികൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്താകെ റീസർവേ നടപടികൾ ചെയ്യുന്നതിനും അതിന്റെ വാല്യുവേഷൻ നടപടികൾ സർവേ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സമയബന്ധിതമായി ആരംഭിക്കും. LRM പരാതികൾ തീർപ്പാക്കുന്നതിന് സർവേ വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അദാലത്ത് സംഘടിപ്പിച്ച് അവിടെ വെച്ച് തന്നെ പരാതികൾ തീർപ്പാക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടന്നത് മാത്രമാണ് ഏക നടപടി. സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും കുടിവെള്ളവും ശുചിമുറികളും 3 മാസത്തിനകം സ്ഥാപിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇതിനാവശ്യമായി വരുന്ന തുക 2017-18 ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാൻ കളക്ടർമാർക്ക് അനുമതിയും നൽകിയിരുന്നു. ഇനി മുതൽ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെ ജോലി ക്രമീകരണ വ്യവസ്ഥകളിൽ നിന്ന് മറ്റു ഓഫീസുകളിൽ നിയമിക്കേണ്ടതില്ല എന്നും മന്ത്രി നിർദ്ദേശിച്ചു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയായിട്ടും സർക്കാർ അനാസ്ഥ മൂലം പ്രളയബാധിതർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ദുരിതക്കയത്തിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.